റേഡിയോ മാറ്റുലി 90.4. പുരസ്കാര നിറവിൽ സംസ്ഥാന കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ സ്കൂൾ കർഷക അവാർഡിന് അർഹമായ തോണിച്ചാൽ എമ്മാവൂസ് വില്ല സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നിർവഹണം അജിൽ സാബു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി വയനാട്ടിൽ മാനന്തവാടിക്കടുത്ത് തോണിച്ചാൽ പ്രദേശത്ത് മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എമ്മാവൂസ് സ്പെഷ്യൽ സ്കൂൾ. ഈ അടുത്ത് സംസ്ഥാനത്തെ മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള അവാർഡ് നേടിയ ഈ സ്ഥാപനത്തെ തേടി 2023-25 വർഷത്തെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ കർഷക അവാർഡും ലഭിച്ചിരിക്കുന്നു. ചെറുതല്ല ഈ അവാർഡിന്റെ തിളക്കം. മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്ന 100-ലധികം കുട്ടികൾ, അവരുടെ ശാരീരികവും മാനസികവുമായ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിക്കുന്ന മാനേജ്മെന്റും അധ്യാപകരും മറ്റ് ജീവനക്കാരും, ഇവരുടെയെല്ലാം കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ അവാർഡ്. നമസ്കാരം, ഞാൻ ബ്രദർ പീറ്റർ ദാസ് MMB, എമ്മാവൂസ് സ്പെഷ്യൽ സ്കൂളിലെ മാനേജറാണ്. എമ്മാവൂസ് വില്ല സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ ബുദ്ധിവൈകല്യം സംഭവിച്ച കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, സാധാരണ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ എത്രത്തോളം നമ്മൾ ത്യാഗം സഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ സ്പെഷ്യൽ സ്കൂളിലുള്ള അല്ലെങ്കിൽ ബുദ്ധിവൈകല്യം സംഭവിച്ച കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ എത്രത്തോളം കരുതലും സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും അവരോട് പ്രകടിപ്പിച്ചാലാണ് അവർ സമൂഹത്തിൽ വലിയവരായി തീരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. ഇങ്ങനെയുള്ള ഈ കുട്ടികളെ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ വളർത്തുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവർ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാണ് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. എമ്മാവൂസ് വില്ല എന്ന് പറയുന്നത് ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ വളരുന്ന മലബാർ മിഷണറി ബ്രദേഴ്സ് എന്ന സന്യാസ സമൂഹത്തിലെ സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ എമ്മാവൂസ് വില്ല. നമുക്കറിയാം, ഫ്രാൻസിസ് അസീസി, വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി പ്രകൃതിയെ ഒത്തിരി അധികം സ്നേഹിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുമ്പോൾ പക്ഷിമൃഗാദികളാകട്ടെ, കൃഷി സ്ഥലങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതായാലും ഫ്രാൻസിസ് അസീസി പരിപാലിക്കുകയും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഞങ്ങളും ഈ ഫ്രാൻസിസ് അസീസിയുടെ അതേ ചൈതന്യമനുസരിച്ച് ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ അവർക്ക് കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് അന്നന്ന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇതിനു മുമ്പ് പ്രവർത്തിച്ച ഇതിൻ്റെ മാനേജർമാരുണ്ട്. അവരെയാണ് ഞാൻ ഈ പ്രാവശ്യം ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നത്. അവരുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ എമ്മാവൂസ് വില്ലയിൽ പഠിക്കുന്ന കുട്ടികളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രകടനമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നന്ദിയാണ് ഈ വർഷം ഞങ്ങൾക്ക് ജൈവ വളകൃഷിയിലൂടെ ഈ സംസ്ഥാനത്ത് സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ച് 1ാം സ്ഥാനം ഞങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചത്. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, വെല്ലുവിളികൾ നേരിടുന്ന ഈ ലോകത്തിൽ തങ്ങൾക്കും ഈ ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് ഇവിടുത്തെ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഞങ്ങൾ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവരെ ഓരോ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടാണ് അവരെ പശുവിന് തീറ്റ കൊടുക്കുന്നത്, കറക്കുന്നത്, ആ പശുവിൻ്റെ പാല് കൊണ്ടുപോയി കൊടുക്കുന്നത്, അതിനുശേഷം ഇവിടെ തിരിച്ചു വരുന്നത്, അതിനുശേഷം കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി കപ്പ നടാനായാലും ചേന നടാനായാലും വാഴ നടാനായാലൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഞങ്ങൾ കൊടുക്കുന്ന വലിയ ആശയമുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കും സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരവസരം, സമൂഹത്തിന് നിങ്ങളെക്കൊണ്ട് പലതും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയ ഒരാശയമാണ് ഞങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കുന്നത്. ആ ആശയം അവരുടെ മനസ്സിൽ വളരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വർഷം അവാർഡ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. ഓരോ രീതിയിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ
അവരുടെ മനസ്സിലൊക്കെ നല്ല ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ കൃഷി കാര്യങ്ങളിലൂടെ നടന്നു എന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെയുണ്ട്. ഞങ്ങൾക്കും അല്ലെങ്കിൽ ഈ കുട്ടികൾക്കും ഈ സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിക്കുന്നത്. അവർ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോകുമ്പോൾ, അവരെ വീടുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരുമയോടുകൂടെ പ്രവർത്തിച്ചാൽ അവർക്കും സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അവരെ പഠിപ്പിക്കാനായിട്ടാണ് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വലിയ സ്ഥാനങ്ങളെക്കാൾ ഉപരി തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും സമൂഹത്തിൽ നല്ലത് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് ഗോതമ്പണി നിലത്ത് വീണ് അഴിയുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഇവർ ഈ നാടിനു വേണ്ടി, ഈ പ്രദേശത്തിന് വേണ്ടി, യു സ്കൂളിന് വേണ്ടി അഴിഞ്ഞ് ഇല്ലാതെയായി തീർന്നതിൻ്റെ ഫലമാണ് ഈ അവാർഡ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. ഇനിയും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ അഴിഞ്ഞു തീർന്നാൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ജഗദീശ്വരൻ നല്ല അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഈ അവാർഡ് ദാനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന കുറേയധികം കുട്ടികൾ അവരെ ചേർത്ത് പിടിക്കുകയാണിവിടെ. അതിനായുള്ള എല്ലാ രീതിയിലുള്ള പിന്തുണയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് പ്രകൃതിയോട് ചേർന്നുള്ള ഈ കൃഷികൾ. അതിൽ ഈ കുട്ടികൾ നേരിട്ട് ഭാഗമായി മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ചെറുതല്ല. നമസ്കാരം, ഞാൻ എമ്മാവൂസ് വില്ല സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെസ്സി ഫ്രാൻസിസ്. കഴിഞ്ഞ 32 വർഷങ്ങളായി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും കൂട്ടായ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ 2024-25 വർഷത്തെ കാർഷിക അവാർഡ് ലഭിക്കുവാൻ ഇടയായത്. കഴിഞ്ഞ 24-25 അധ്യയന വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ അവാർഡ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇരട്ടി മധുരം എന്ന പോലെ ഞങ്ങൾക്ക് ഈ അവാർഡ് കൂടി ലഭിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഈ സ്കൂളിൽ 114 കുട്ടികളും 30 സ്റ്റാഫും ഉണ്ട്. 4 വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള റെസിഡൻഷ്യൽ സൗകര്യവും ഇവിടെയുണ്ട്. പ്രധാനമായും കുട്ടികൾക്ക് ഞങ്ങൾ അക്കാഡമിക്കൽ ട്രെയിനിങ് ആണ്, അതായത് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ 4, 7, 10, +1, +2 ക്ലാസ്സുകളിലെ തുല്യതാ പരീക്ഷ കുട്ടികളെ എഴുതിക്കുന്നുണ്ട്. ഞങ്ങൾ തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പച്ചക്കറി, പൂന്തോട്ടം, പശു ഫാം, കോഴി ഫാം, മീൻ വളർത്തൽ, വാഴനാർ ഉൽപ്പന്നങ്ങൾ, നീഡിൽ വർക്ക്, വിവിധ ഇനം ചവിട്ടികൾ, ജപമാല കോർക്കുന്നു. ഇവിടെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടി തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പച്ചക്കറി, പൂന്തോട്ടം ഇത് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികൾ ഞങ്ങളിവിടെ നടുകയും സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനായി ഈ പച്ചക്കറികളും പാലും മുട്ടയും എല്ലാം ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അധ്യാപകർക്ക് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സപ്പോർട്ടുമുണ്ട്. അതോടൊപ്പം അധ്യാപകരും മാതാപിതാക്കളും മാനേജ്മെൻറ്റും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഞങ്ങൾക്കിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ ചെയ്യുന്നതോടൊപ്പം കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതാത് സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും തൈകളും വിത്തുകളും എല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഈ അവാർഡ് ലഭിച്ചത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുട്ടികളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങളുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 44 വർഷങ്ങളായി എമ്മാവൂസ് വില്ല ഇങ്ങനെ മലമേൽ പണി ചെയ്ത ഭവനം പോലെ ഉയർന്നു നിൽക്കുന്ന ഈ എമ്മാവൂസ് വില്ലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ, പരിശീലനം നേടിയ ധാരാളം യുവജനങ്ങൾ ഇന്ന് വിദേശത്തും സ്വദേശത്തുമായി തൊഴിൽ ചെയ്യുകയും കുടുംബം പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുന്നത് കാണുമ്പോൾ അഭിമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇത് നോക്കിക്കാണുന്നത്. കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യോഗ, ഡോക്ടറുടെ കെയർ, കൗൺസിലിംഗ്, നേഴ്സിൻ്റെ സഹായം, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഓക്കുപേഷണൽ തെറാപ്പി, സെൻസറി തെറാപ്പി, പ്ലേ തെറാപ്പി, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും
ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന് സമൂഹത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സാധിക്കും എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം നന്ദി. ഈ കർഷക അവാർഡിന് എന്തുകൊണ്ടും അർഹരാണ് ഈ സ്കൂൾ. കോഴിയും പശുവുമടക്കം കപ്പയും ചേനയും തുടങ്ങി മറ്റ് നിരവധി പച്ചക്കറികൾ ഇവിടെ ജൈവ രീതിയിൽ പരിപാലിക്കുന്നു. ഈ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികളും നേരിട്ട് അവരാൽ കഴിയുന്നതുപോലെ ഈ കൃഷിരീതികളിലെല്ലാം പങ്കെടുക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ അവരുടെ ജീവിതം ഇതുവഴി മാറ്റത്തിന്റെ പാതയിലേക്ക് കടക്കുന്നു. നമസ്കാരം, ഞാൻ സിസ്റ്റർ സ്റ്റെഫി. ഇവിടെ പ്രീ വൊക്കേഷണൽ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികളെ എല്ലാവരും ഒന്നിച്ചേർന്ന് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നുണ്ട്. പച്ചക്കറി നടാനും അവരുടെ കഴിവുകൾ അനുസരിച്ച് ഓരോ കുട്ടികളും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ, പൂന്തോട്ടം, അതിൻ്റെ വേണ്ടതായ എല്ലാ കാര്യങ്ങളിലും അവരുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടികൾ ഓരോരുത്തരും അവരുടെ ചെറിയ ചെറിയ കഴിവുകളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പച്ചക്കറികളും പൂന്തോട്ടവും എല്ലാം ഭംഗിയായിട്ട് ഓരോ ദിവസവും ചെയ്യാനായിട്ട് അവർ ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയത് വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നൽകുന്നത്. ഞങ്ങൾ ഇതുപോലെ നന്നായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നത്. കുട്ടികളെ എല്ലാവരും ഒന്നുചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും ഞങ്ങളെ കൃഷിഭവൻ്റെയും ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സഹകരണവും ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം കൃഷിഭവനിൽ നിന്നും മാനേജ്മെൻറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി. നമസ്കാരം, ഞാൻ വൊക്കേഷണൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എൻ്റെ പേര് നിഷ. ഈ വർഷത്തെ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ലാസ്സിൽ വിവിധ ഇനം ചവിട്ടികൾ, വാഴനാര് ഉൽപ്പന്നങ്ങൾ, എംബ്രോയിഡറി, വൂളൻ നൂല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, നീഡിൽ വർക്ക്, അലുമിനിയം ഫാബ്രിക്കേഷൻ, ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. ഈ കുട്ടികൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും പുറമേയുള്ളവർക്കത് വിറ്റ് ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കുകയും അവ ചെലവഴിക്കുന്നത് ഞങ്ങൾ അറിയുന്നത് വലിയ സന്തോഷം ഉളവാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സ്കൂൾ മുന്നോട്ടു പോകുമ്പോൾ കൃഷിവകുപ്പും അകമഴിഞ്ഞ സഹകരണവുമായി ഇവരോടൊപ്പം ചേരുന്നു എന്നത് സന്തോഷം ഇരട്ടിപ്പിക്കുന്ന കാര്യമാണ്. വേണ്ട സമയത്ത് കൃത്യമായ നിർദ്ദേശങ്ങളും സഹായവുമായി ഇടവക കൃഷിഭവനും ഇവരോടൊപ്പം ഇവരുടെ യാത്രയിൽ ഭാഗമാകുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് KG സുനിൽ, കൃഷി ഓഫീസറാണ് ഇടവക കൃഷിഭവനിലെ. ഈ വർഷം അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം 24-25 വർഷത്തെ കേരള സംസ്ഥാനത്തിലെ സ്പെഷ്യൽ സ്കൂളിൻ്റെ കർഷക അവാർഡിന് നമ്മുടെ തോണിച്ചാലുള്ള എമ്മാവൂസ് വില്ല സ്പെഷ്യൽ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. നമുക്കറിയാം, വർഷങ്ങളായി വയനാട്ടിലെ എന്ന് മാത്രമല്ല കേരളത്തിന് അറിയപ്പെടുന്ന സ്പെഷ്യൽ സ്കൂളാണ് എമ്മാവൂസ് വില്ല. 44 വർഷങ്ങളായി അവിടെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. ഈ വർഷം 114 കുട്ടികളാണ് അവിടെ പഠനവും പരിശീലനവും നേടിവരുന്നത്. കഴിഞ്ഞ വർഷം കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി എമ്മാവൂസ് വില്ലയിൽ കുട്ടികളുടെയും അവിടുത്തെ അധ്യാപകരുടെയും പ്രിൻസിപ്പാളിൻ്റെയും മേൽനോട്ടത്തിൽ 1.5 ഏക്കർ സ്ഥലത്താണ് വിവിധ ഇനം കൃഷികൾ ചെയ്തത്. അതിൽ വ്യത്യസ്ത ഇനം പച്ചക്കറികളും കൂടാതെ കിഴങ്ങ് വിളകൾ, അതോടൊപ്പം തന്നെ പശുഫാമ്, കോഴി, മീൻകൃഷി, പൂന്തോട്ടം എന്നിവയെല്ലാം വളരെ ഭംഗിയായിട്ടാണ് അവിടെ പരിപാലിച്ചു വരുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ പീറ്റർ എം ദാസ് MMB, പ്രിൻസിപ്പാൾ ജെസ്സി ഫ്രാൻസിസ് കാഞ്ഞൂക്കാരൻ, അവരെ പ്രത്യേകം അഭിനന്ദിക്കാതെ വയ്യ. കാരണം അവിടെ പരിശീലനം പഠിക്കുന്ന വിവിധ തരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ നേടുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കാർഷിക അറിവുകൾ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ കാർഷിക സംസ്കാരവും അവർക്ക് നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്കാണ് എമ്മാവൂസ് വില്ലയുടെ അധികൃതർ വഹിക്കുന്നത്. കൃഷിഭവൻ്റെ എല്ലാ സഹകരണവും അവർക്ക് ഉണ്ട്. ഇനി തുടർന്നും എല്ലാ വർഷവും അവർ പോളി ഹൗസിലും തുറസായ സ്ഥലത്തൊക്കെ തന്നെ വിവിധ മെക്കനൈസേഷൻ സഹായത്തോടു കൂടിയാണ്, ടെക്നോളജി അനുവർത്തിച്ചുകൊണ്ടാണ് അവർ കൃഷി നടത്തി വരുന്നത്. തുടർന്നും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവരോടൊപ്പമുണ്ട്. അവാർഡിന് വേണ്ടി അവരെ പ്രത്യേകിച്ച് ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം സമയബന്ധിതമായി നൽകി. അവാർഡ് ലഭിച്ച അന്ന് തന്നെ ഞങ്ങൾ ജീവനക്കാരെല്ലാവരും ഒന്ന് ചേർന്ന് വിദ്യാലയത്തിൽ പോവുകയും കുട്ടികളുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ചെയ്തു. വയനാട് ജില്ലയ്ക്കൊന്നാകെ, അതിലുപരി ഇടവക കൃഷിഭവനിലെ കർഷക സമൂഹത്തിന്, പഞ്ചായത്ത് ഭരണസമിതിക്ക്, കൃഷി വകുപ്പിന് തന്നെ അഭിമാനപരമായ നേട്ടമാണ് ഈ വർഷം എമ്മാവൂസ് വില്ല നേടിയത്. ഒരുപാട് ആശംസകൾ അവർക്ക് നൽകുന്നു. ഒരംഗീകാരവും ചെറുതല്ല. പക്ഷേ എമ്മാവൂസ് സ്പെഷ്യൽ സ്കൂളിന് ലഭിച്ച ഈ അവാർഡിന് ഇരട്ടി തിളക്കമാണ്. ഇനിയും ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ മാനേജ്മെന്റിനും ജീവനക്കാർക്കും സാധിക്കട്ടെ. വയനാടിന്റെ, കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇടം പിടിക്കട്ടെ. ആശംസകൾ.
പുരസ്കാര നിറവിൽ. സംസ്ഥാന കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ സ്കൂൾ കർഷക അവാർഡിന് അർഹമായ തോണിച്ചാൽ എമ്മാവൂസ് വില്ല സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നിർവഹണം അജിൽ സാബു. റേഡിയോ മാറ്റുലി 90.4